മെയ് 3-ന് വാപ്പിച്ചിയുടെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എണ്ണി നോക്കിയിരിക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു സർപ്രൈസ് കൊടുക്കുന്ന സമയത്ത് കേക്ക് എന്തായാലും കൊടുക്കണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം വാപ്പിച്ചി ഇതുവരെ അങ്ങനെ ഒരു കേക്ക് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യം എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ഇൻസ്റ്റഗ്രാം പേജിനെ കോൺടാക്റ്റ് ചെയ്തു കേട്ടോ. UAE മൊത്തത്തിൽ ഡെലിവറി ചെയ്യുന്ന ഒരുപാട് പേരെ കോൺടാക്റ്റ് ചെയ്തു. പക്ഷേ ജബലലി ആയിരുന്നു വാപ്പിച്ചി നിൽക്കുന്ന സ്ഥലം. അപ്പോൾ കേക്ക് ഡെലിവറി ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെന്ന് പല പേജുകാരും നമ്മളോട് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ് നമ്മൾ ഹാംബേഴ്സ് സോൺ UAE എന്ന് പറയുന്ന ഇൻസ്റ്റഗ്രാം പേജിനെ കോൺടാക്റ്റ് ചെയ്യുന്നതും അവർ കേക്ക് കൊടുക്കാൻ ഓക്കെ ആണെന്നുള്ള കാര്യം പറയണേ കേട്ടോ. അപ്പോൾ അവർ എന്ത് ഗിഫ്റ്റാണ് അതിൻ്റെ ഒപ്പം വെക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞൊരു ഷർട്ടാണ് വേണ്ടത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ വാപ്പിച്ചി എന്ന് പറഞ്ഞിട്ടൊരു കാർഡും അതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് ഫ്ലവേഴ്സും പിന്നെ ഗോൾഡൻ കളറിലുള്ള മിഠായി ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവരുടെ ബോക്സും ഒരു പാക്കിങ്ങും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. കേക്കും നല്ല അടിപൊളിയായിരുന്നു. ഓക്കെ ആണെങ്കിൽ നമ്മളോട് ഗൂഗിൾ പേ വഴി പേ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ പൈസയൊക്കെ പേ ചെയ്തു. അവരുടെ ആ ഒരു പ്രൈസ് ആണെങ്കിലും എനിക്ക് ഓവറായിട്ടൊന്നും തോന്നിയില്ല, അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളാണെങ്കിലും ഈ ഒരു റെഡ് വെൽവെറ്റ് കേക്ക് മേടിക്കുകയും പിന്നെ അതുപോലെ തന്നെ മാക്സിൽ നിന്നാണ് നമുക്ക് ഷർട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനാട്ടോ അവർ സെലക്ട് ചെയ്തത്. നമുക്ക് അവർ ഫോട്ടോ ഒക്കെ ഇട്ടുതന്നു, ഏതാ വേണ്ടതെന്ന് വെച്ച് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത ഷർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഷർട്ടും പിന്നെ ആ ഒരു പാക്കിങ്ങും പിന്നെ അവരുടെ ആ ഒരു ട്രാവൽസ് എക്സ്പെൻസും എല്ലാം കൂടി നോക്കുമ്പോൾ എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ റേറ്റ്. അങ്ങനെയാണ് ഞാൻ ഓർഡർ കൊടുത്തത്. ഞാൻ പറഞ്ഞ ടൈമിൽ തന്നെയാണ് കേട്ടോ അവർ ഡെലിവറിയും ചെയ്തത്. കാരണം വൈകിട്ടാണ് വാപ്പിച്ചി വരത്തുള്ളൂ, പകലായിരുന്നു ഡ്യൂട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈകിട്ടായപ്പോൾ അവർ സർപ്രൈസ് ആയിട്ട് തന്നെ വാപ്പിച്ചിക്ക് കൊടുക്കുകയും ചെയ്തു. എന്താ പറയുക, കറക്റ്റ് ഡേറ്റിൽ തന്നെ കൊടുക്കുകയും ചെയ്തു കേട്ടോ. എനിക്ക് ഒരുപാട് ഹാപ്പിയായി. ആ ഒരു പേജിനോടും ഇതിനെ സഹായിച്ച എൻ്റെ ഹസ്ബൻഡിനോടും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട് ഈ ഒരു സമയത്ത്. വാപ്പിച്ചിക്കും വാപ്പിച്ചിയുടെ കൂടെയുള്ള കൂട്ടുകാർക്കൊക്കെ ഒത്തിരി സന്തോഷമായി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടോ. കാരണം വാപ്പിച്ചിയുടെ കൂട്ടുകാരൻ ഞങ്ങൾ അപ്പം തന്നെ വിളിക്കുകയും എന്താ പറയുക, അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അവർ പറഞ്ഞു ഞങ്ങൾ പ്രവാസികൾക്ക് ഇതുപോലുള്ള സന്തോഷങ്ങളൊക്കെയാണ് വലുത്. ഈ ചെറിയ ചെറിയ സന്തോഷങ്ങളാണെങ്കിലും ഞങ്ങൾക്കത് ഭയങ്കര വലുതാണ്, ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി, വാപ്പിച്ചിനേക്കാൾ കൂടുതൽ സന്തോഷം ഞങ്ങൾക്കായി എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞു കേട്ടോ. എനിക്കിങ്ങനെ ചെയ്യാൻ തോന്നിയ റബ്ബിനൊരു എന്താ പറയുക, നമ്മൾ എങ്ങനെ സ്തുതിച്ചാലും അത് മതിയാവില്ല. ഇനിയും ഇതുപോലെ ആരോഗ്യത്തോടെ തന്നെ എൻ്റെ വാപ്പ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണമെന്ന് അതിയായി ആഗ്രഹിക്കുന്നു, അതിയായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം കേട്ടോ. ബൈ.